ഞാൻ ഇളക്കി കൊടുക്കാമേ കേട്ടാ. നമുക്ക് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമേ. ഓക്കെ മാം. നമ്മൾ 3 സവാളയും 3 പച്ചമുളകും എണ്ണയിലിട്ട് വഴറ്റേണ്. ഒരു നുള്ളു ഉപ്പിട്ട് വഴറ്റേണ്. അത് വയറട്ടെ. അതൊന്ന് മൂക്കാൻ വയ്ക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ 3 കരിവേപ്പില ഇറുത്തിടുക. 3 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടാൽ ഈ പരുവാവണം. ഈ പരുവാകുമ്പോൾ അതെ 3 തണ്ട് കരിവേപ്പില, 3 തണ്ട് കരിവേപ്പില ഇറുത്തിട്ട് 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളി. അതെ നമ്മുടെ ആവശ്യത്തിന് അതിന്റെ നീരും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ടേസ്റ്റ് കിട്ടും. ചതച്ചതാണ്, പേസ്റ്റ് അല്ല, ചതച്ചതാണ് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് തുറന്നു നോക്കാം എന്തായെന്ന്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പില ഇട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ഈ പരുവാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതാണ്, ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ഇതിലിട്ടിട്ടുണ്ട്. ഇപ്പൊ ക്യാപ്സിക്കം ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം കുറച്ചുകൂടെ വേവണം. ക്യാപ്സിക്കം കുറച്ചുകൂടെ വെന്തിട്ട് നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വീണ്ടും നമുക്ക് ക്യാപ്സിക്കം എന്തായിരുന്നു ആവി എടുക്കാം. അടുത്ത് തക്കാളി ഇടാം. ഓക്കെ, തക്കാളി അങ്ങനെ നമ്മൾ നീരോരെ ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് നല്ല മണമൊക്കെ വരുന്നു. ഇനി മൂടി വയ്ക്കാം. ഇനി അടച്ചു വെക്കുന്നുണ്ട്. ഈ ടിക്ടോക്ക് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വല്ല പിന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഓക്കേ, വൃത്തിയാക്കി വെച്ച കൊഞ്ച് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പിടാം. ഇനി അടച്ചു വെക്കാം. വെന്തില്ല, കുറച്ചുകൂടെ പാകമായിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. ഇനി മൂടി വെക്കാൻ പോകുകയാണ്. ഒന്നുകൂടി മൂടി. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്നു.
മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2-3, മസാല കൂടുതലുള്ളത് 3 ടേബിൾ സ്പൂൺ. പൊടികളൊക്കെ നിങ്ങൾ അളവിനായിരിക്കണം. മുളക് പൊടി 1/2. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത്തിരി മസാല, ഇത് ഗരം മസാല നമ്മൾ പൊടിപ്പിച്ചതാണ്. ഞാൻ കലക്കാമോ? പ്ലീസ് അമ്മ. അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്.